ചാലക്കുടിയിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങളും വൈദ്യുതി തൂണുകളും കാറ്റിൽ വീണു. ജയൻ വിവരങ്ങളുമായി ചേരുന്നു. ജയൻ, ഇന്ന് ജില്ലയിൽ രണ്ടിടങ്ങളിലാണ് ചുഴലി ഉണ്ടായത്. ഒന്ന് ചാലക്കുടിയിലും മറ്റൊന്ന് മാളയിലും. കഴിഞ്ഞ കാലവർഷക്കാലത്തും ചാലക്കുടി മേഖലയിൽ ചുഴലിക്കാറ്റിൽ വലിയൊരു നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ചാലക്കുടി മേഖലയിൽ, പ്രത്യേകിച്ച് ഒരു കർഷക ഗ്രാമം കൂടിയാണ്, വീണ്ടും ചുഴലി ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ചുഴലി വീശിയത്? മണിയോടെയായിരുന്നു വലിയൊരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. ഇത് അക്ഷരാർത്ഥത്തിൽ ചാലക്കുടിയുടെ കിഴക്കൻ മേഖലയെ കുലുക്കുന്ന വിധത്തിലായിരുന്നു കാറ്റ് താണ്ഡവമാടിയത്. പടിഞ്ഞാറ് ചാലക്കുടി മേഖലയിലും അതുപോലെ സൗത്ത് ജംഗ്ഷൻ, പിന്നെ മേലൂർ പഞ്ചായത്ത്, അതിരപ്പള്ളി പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 12ഓളം വീടുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 20ഓളം ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഇതുകൂടാതെ ഇതുവരെ നമുക്ക് കണക്ക് ലഭിച്ചതനുസരിച്ച് കുടുംബങ്ങളുടെ കൃഷിനാശം, വലിയ രീതിയിൽ കൃഷിനാശം സംഭവിച്ചെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. മിക്കവാറും ജാതി മരങ്ങളും അതുപോലെ തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് ഒടിഞ്ഞു വീണിരിക്കുന്നത്. പിന്നെ വ്യാപകമായി വാഴ കൃഷിത്തോട്ടത്തിനും വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഴത്തോട്ടമെല്ലാം നിലംപരിശായിരിക്കുകയാണ്. പടിഞ്ഞാറ് ചാലക്കുടി മേഖല സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്താണ് ഇത്ര വ്യാപകമായി ചുഴലിക്കാറ്റ് ഉണ്ടായിരിക്കുന്നത്. അവിടെ തന്നെ വീണ്ടും ചുഴലിക്കാറ്റ് ഉണ്ടായതോടെ കർഷകർക്ക് വലിയ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷത്തെ നാശനഷ്ടത്തിന്റെ സർക്കാർ ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും പടിഞ്ഞാറ് ചാലക്കുടി മേഖലയിൽ ഇതുപോലെ വലിയൊരു നാശനഷ്ടം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ സൗത്ത് ജംഗ്ഷനിലെ കണ്ണമ്പുഴ ക്ഷേത്രത്തിന്റെ ഗേറ്റ് കാറ്റിൽ പറന്നുപോയി. ഇവിടെ തൊട്ടടുത്ത ഭരതക്ഷേത്രത്തിന്റെ വഴിയിലെ വലിയൊരു പ്ലാവ് മറിഞ്ഞു വീണ് അവിടുത്തെ 5 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. ഇവിടെയെല്ലാം ആളപായം സംഭവിക്കാതിരുന്നത് വലിയ അനുഗ്രഹമായി കരുതുന്നു. അതോടൊപ്പം ചില സമയങ്ങളിൽ ടെറസ് വീടിന്റെ മേൽക്കൂര പറന്ന് മറ്റൊരു വീട്ടിൽ ചെന്ന് പതിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവഹാനി സംഭവിക്കാതിരുന്നത്. ഇപ്പോഴും വൈദ്യുതി ജീവനക്കാർ മിക്ക സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചിരിക്കുകയാണ്. വൈദ്യുതി ജീവനക്കാരെല്ലാം സജീവമായി രംഗത്തുണ്ട്. പടിഞ്ഞാറ് ചാലക്കുടി മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇനി എത്ര ദിവസം കഴിഞ്ഞാലാണ് പൂർണ്ണതോതിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന് പറയാൻ കഴിയുകയുള്ളൂ. മറ്റിടങ്ങളിലും ഇതേ സ്ഥിതിയാണ്. നഗരത്തിൽ മാത്രമാണ് ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിലെല്ലാം ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലിറ്റി ശരി, ജയൻ വിവരങ്ങൾ നൽകിയത്. ചാലക്കുടിയിൽ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആളപായമില്ല എന്ന ആശ്വാസം ഉണ്ടാകുമ്പോഴും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുട്ടടിയായി ചുഴലിക്കാറ്റ് മാറിയിരിക്കുന്നു. നിരവധി കർഷകരുടെ കാർഷിക വിളകൾക്കാണ് നാശം സംഭവിച്ചിട്ടുള്ളത്. എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രയത്നത്തിലാണ് KCB അധികൃതരും അതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് അധികൃതരും നാട്ടുകാരും. എന്തായാലും ജയനാണ് വിവരങ്ങൾ നൽകിയത് ചാലക്കുടിയിൽ നിന്ന്. മറ്റു വാർത്തയിലേക്ക്. മാള മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 100 കണക്കിന് ജാതിമരങ്ങൾ, വാഴകൾ, തെങ്ങ്, കവുങ്ങ് എന്നിവ കാറ്റിൽ നശിച്ചു. വടമയിൽ മരം വീണ കോപ്പള്ളിപ്പറമ്പിൽ സരസന്റെ വീടിനോട് ചേർന്നുള്ള ഓടുമേഞ്ഞ തൊഴുത്ത് പൂർണ്ണമായും തകർന്നു. സരസന്റെ കോഴിഷെഡും ഭാഗികമായി തകർന്നു. പരിസരത്തെ ഇന്ദിരാ ശിവരാമന്റെ 15 ജാതിമരങ്ങളും വാഴകളും കടപുഴകി വീണു. വടമ കല്ലിക്കാട്ട് പ്രേമചന്ദ്രന്റെ 5 ജാതിമരങ്ങളും വാഴകളും വീണു. പ്ലാവിൻമുറിയിൽ തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ കാറ്റിൽ തേക്കുമരം വീണ് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ പറമ്പിൽ തേക്കുമരം വീണ പൂപ്പത്തി റോഡിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ആനമനട പഞ്ചായത്തിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കാറ്റിൽ 10ഓളം വീടുകൾക്ക് മുകളിൽ മരം വീണു. ആർക്കും പരിക്കില്ല. മിന്നൽ ചുഴലി ആനമനട പഞ്ചായത്തിലും കനത്ത നാശനഷ്ടം വരുത്തി. 100 കണക്കിന് വൈദ്യുതി കാലുകൾ തകർന്നു. ഇപ്പോഴാണ് നല്ല പെട്ടെന്നൊരു കാറ്റ്, ഒരു 5 മിനിറ്റ് ഉണ്ടായിരുന്നു കാറ്റ്. പക്ഷെ അപ്പോൾ ഓരോ മാവുകൾ ഇങ്ങനെ, ഒരു മാവ് അറ്റത്തുനിന്ന് വീണു, അടുത്ത മാവുമ്പോഴേക്ക് വീണു, തൊഴുത്തിലേക്ക് വീണു. തൊഴുത്തിൽ പശുക്കൾ 2 ഉണ്ടായിരുന്നു, ആയിട്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ പരിക്ക് ചെറിയ പരിക്ക് ചെറിയ പരിക്ക്. അവർ പുറത്ത് കുറച്ച് പൊട്ടിയുള്ളൂ, വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പ്രസവിക്കാറായി പശുവായിരുന്നു.